തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദില്ലിയിൽ ഏതെങ്കിലും ഒരു പള്ളിക്ക് കല്ലെറിയുക, ക്രൈസ്തവ സമൂഹം ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എവിടെയെങ്കിലും ഒരു പുൽക്കൂട് തകർക്കുക, ഇതൊക്കെ കേരളത്തിലും ഇന്ത്യയിലും പതിവുള്ള കാര്യമാണ്. സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്തായാലും ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കാലത്തും അത്തരത്തിലുള്ള ഫ്രിഞ്ച് എലിമെന്റ്സിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരും പാർട്ടിയും ആരുടെ കൂടെ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ജബൽപൂരിൽ വൈദികന്റെ മുഖത്തേറ്റ അടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്താണ്, തിരുമുഖത്താണ് അടിയേറ്റതെന്നാണ് ഇന്നലെ പാംപ്ലാനിക്ക് പറഞ്ഞത്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ബോധ്യമാവും. ഇപ്പോൾ പാലക്കാട് വലിയ തോതിൽ വിവാദമായില്ലേ? സത്യം എന്താണെന്ന് ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാണ് ഇതിന് നമ്മളിങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഇക്കാര്യത്തിൽ വേവലാതിയില്ല. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലും മോദി സർക്കാർ രാജ്യത്തെ സർക്കാർ എന്നുള്ള നിലയിലും കൃത്യമായ ധാരണയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള വർഗീയ ശിഥിലീകരണ